സമുദ്രോൽപ്പന്നങ്ങളുടെ പേരിൽ രാജ്യത്തിന് ഏറ്റവും അധികം വിദേശ നാണ്യം നേടിത്തരുന്ന സംസ്ഥാനം എന്ന് കേരളത്തെക്കുറിച്ച് പറഞ്ഞ് മലയാളിക്ക് ഇനി അധികകാലം അഭിമാനിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം നമ്മുടെ മത്സ്യസമ്പത്ത് അനുദിനം ശോഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് അടുത്ത കാലത്ത് കേരളത്തിന്റെ മത്സ്യസമ്പത്തിനെ കുറിച്ച് നടത്തിയ ചില പഠനങ്ങൾ വെളിപ്പെടുത്തുന്നു. നമ്മുടെ അശാസ്ത്രീയമായ മത്സ്യബന്ധന രീതികൾ, മത്സ്യബന്ധന ബോട്ടുകളുടെയും വള്ളങ്ങളുടെയും എണ്ണപ്പെരുപ്പം തുടങ്ങി ഏറെ ഗൗരവമർഹിക്കുന്ന കാരണങ്ങൾ നിരത്തിക്കൊണ്ടാണ് പ്രസ്തുത പഠന റിപ്പോർട്ട് നമ്മോട് സംസാരിക്കുന്നത്. ആ റിപ്പോർട്ടിൽ പറയുന്നത് പോലെയുള്ള സാഹചര്യം ഇങ്ങനെ തന്നെ തുടർന്നു പോയാൽ നാളെ ഒരുപക്ഷേ നമ്മുടെ ആവശ്യത്തിനുള്ള മത്സ്യസമ്പത്ത് ലഭ്യമല്ലാത്ത അവസ്ഥ ഉണ്ടാകും എന്നതുമാത്രമല്ല, നമ്മുടെ വൈവിധ്യമാർന്ന പല മത്സ്യ ഇനങ്ങളും മ്യൂസിയങ്ങളിലെ കാഴ്ചവസ്തുക്കളായി മാറിക്കൂടുന്നില്ല. എന്നാൽ അങ്ങനെയൊരു സാഹചര്യം ഒഴിവാക്കാനായി സർക്കാരും ഫിഷറീസ് വകുപ്പും അനുബന്ധ ഏജൻസികളും വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കി വരുന്നുണ്ട്. മത്സ്യപ്രജനന കാലമായ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലങ്ങളിൽ കടലിൽ മത്സ്യബന്ധനം തടഞ്ഞുകൊണ്ടുള്ള ട്രോളിംഗ് സംവിധാനം നിലവിലുണ്ട്. ഇതുമൂലം മത്സ്യക്കുഞ്ഞുങ്ങൾക്ക് സ്വാഭാവികമായി വളരാനുള്ള സാഹചര്യം ഉണ്ടാവുകയും ഒരു പരിധിവരെ നമ്മുടെ മത്സ്യസമ്പത്തിനെ പരിരക്ഷിക്കാനും കഴിയുന്നുണ്ട്. പക്ഷേ ഇതുകൊണ്ട് മാത്രം നമ്മുടെ മത്സ്യസമ്പത്തിന്റെ ഉൽപാദന ഉപഭോഗ സന്തുലിതാവസ്ഥ നിലനിർത്താൻ കഴിയില്ല. അതിനുവേണ്ടി നമ്മുടെ ഉൾനാടൻ മത്സ്യസമ്പത്തിനെ കൂടി പരിപോഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഉൾനാടൻ മത്സ്യകൃഷിയുടെ പ്രോത്സാഹനം ലക്ഷ്യമാക്കി ഒരുപാട് പദ്ധതികൾ ഫിഷറീസ് വകുപ്പ് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വരുന്നു. അതിന്റെ ഭാഗമായി വകുപ്പിന്റെ സാങ്കേതിക സാമ്പത്തിക സഹായങ്ങളുമായി ഒട്ടേറെ പുതിയ സംരംഭകർ ഇതിനകം തന്നെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മത്സ്യകൃഷി ആരംഭിക്കുകയും വിജയം വരിക്കുകയും ചെയ്യുന്നു എന്നത് നാളെയുടെ പ്രതീക്ഷയാണ്. അങ്ങനെ മത്സ്യകൃഷി നടത്തുന്ന ഒരു കർഷകനെ നമുക്ക് പരിചയപ്പെടാം. ഇത് തിരുവനന്തപുരത്ത് ചേങ്കോട്ടുകോണത്തുള്ള ജസ്റ്റിൻ രാജ്. പുലർച്ചെ അദ്ദേഹം പോകുന്നത് തന്റെ മത്സ്യകൃഷിയിടങ്ങളിലേക്കാണ്. ഒരു 20-22 വർഷമായി ഞാൻ ഈ ചേങ്കോട്ടുകോണം പ്രദേശത്തേക്ക് വന്നിട്ട് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഞാൻ അരുവിക്കര ആറ്റിൻ്റെ കരയിലായതുകൊണ്ട് എനിക്ക് മത്സ്യകൃഷി ഭയങ്കര താല്പര്യമായിരുന്നു. ചേങ്കോട്ടുകോണത്ത് വന്ന് ഇങ്ങനെ ചെറിയ ചെറിയ പോണ്ടുകൾ കെട്ടി ആദ്യം മത്സ്യകൃഷി ചെയ്തെങ്കിലും പിന്നീട് ഫിഷറീസ് വകുപ്പിൻ്റെ സഹായത്തോടും കൂടി എനിക്ക് കോർപ്പറേഷൻ്റെ കുളങ്ങൾ പാട്ടത്തിനെടുക്കാൻ സഹായിക്കുകയും അവിടെ നിന്ന് പാട്ടകൃഷിയായിട്ട് എടുക്കുകയും ചെയ്തു. അവിടെ ഇപ്പോൾ 9 കുളത്തിൽ ഞാനിപ്പോൾ മത്സ്യകൃഷി ചെയ്തു വരികയാണ്. മത്സ്യങ്ങളുടെ ഉൽപാദനവും ഉപഭോഗവും തമ്മിലുള്ള അന്തരം ലോകത്താകമാനം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. ആ അന്തരം പരമാവധി കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ മത്സ്യകൃഷിയുടെ ഏറ്റവും ലളിതവും ലാഭകരവുമായ മാതൃകയെ അന്വേഷിച്ചുകൊണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും പുതിയ പുതിയ മത്സ്യകൃഷി രീതികൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് തിരുവനന്തപുരത്ത് ചേങ്കോട്ടുകോണത്തുള്ള ജസ്റ്റിൻ രാജ് മത്സ്യകൃഷിക്ക് വേണ്ടി ചിലവ് കുറഞ്ഞതും എളുപ്പത്തിൽ നിർമ്മിക്കാവുന്നതുമായ ഒരു അടുക്കളക്കുളത്തിന്റെ മാതൃകയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. മീൻ വളർത്താനായി സ്വന്തം വീട്ടുമുറ്റത്ത് ഒരു കുളമില്ലല്ലോ എന്നോർത്ത് മത്സ്യകൃഷി നടത്താൻ ആഗ്രഹിക്കുന്ന ആരും ഇനി വിഷമിക്കേണ്ട. വീട്ടുമുറ്റത്തോ ടെറസിലോ കുളമുണ്ടാക്കി എങ്ങനെ വിജയകരമായി മത്സ്യകൃഷി ചെയ്യാം എന്ന് സ്വന്തം അനുഭവങ്ങളിലൂടെ ജസ്റ്റിൻ രാജ് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഈ കുളം എങ്ങനെയാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് എന്നുള്ളത് പരിചയപ്പെടാം. ജസ്റ്റിൻ രാജിന്റെ അടുക്കളക്കുളം പോലൊന്ന് നിർമ്മിക്കണമെന്ന് നിങ്ങൾക്കും തോന്നുന്നില്ലേ? ആദ്യം എന്തൊക്കെ സാധനങ്ങളാണ് അടുക്കളക്കുളം നിർമ്മാണത്തിന് വേണ്ടതെന്ന് നോക്കാം. 120 kgയുടെ ടാർപ്പാളിൻ, നീളത്തിലുള്ള GI ഷീറ്റ്, 1.5 മീറ്റർ നീളത്തിൽ മുറിച്ച GI പൈപ്പുകൾ, അവയെ തമ്മിൽ കെട്ടി ബലപ്പെടുത്താനുള്ള GI കമ്പി,
ബ്ലാക്ക് തെർമോകോൾ. ഇത്രയും സാധനങ്ങൾ മതി നിങ്ങൾക്കും നല്ല ഒരു അടുക്കളക്കുളം നിർമ്മിക്കാം. ഇനി അടുക്കളക്കുളം എങ്ങനെയാണ് നിർമ്മിക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം കുളം നിർമ്മിക്കാൻ തീരുമാനിച്ച സ്ഥലം കല്ലും കമ്പുകളും ഒന്നും മുഴച്ചു നിൽക്കാത്ത വിധം നന്നായി വൃത്തിയാക്കുക. എന്നിട്ട് കുളത്തിനു വേണ്ടി നാം കണക്കാക്കുന്ന നീളത്തിലും വീതിയിലുമുള്ള ഒരു ബ്ലാക്ക് തെർമോകോൾ നിലത്ത് നന്നായി അമർത്തി വയ്ക്കുക. ഇനി ചെയ്യേണ്ടത് കുളത്തിന്റെ 4 അതിരുകളിലായി തുല്യ അളവിൽ മുറിച്ചു വച്ചിരിക്കുന്ന GI പൈപ്പുകൾ 2 അടി ആഴത്തിലേക്ക് അടിച്ചു താഴ്ത്തി ഉറപ്പിക്കുകയാണ്. ഇനി വിരിച്ചിരിക്കുന്ന തെർമോകോളിന്റെ മീതെ ടാർപാളിൻ വിരിക്കാം. എന്നിട്ട് അതിനു മീതെ ഒരു തെർമോകോൾ കൂടി അമർത്തി വിരിക്കുക. അതിനും മീതെ ഒരു ടാർപാളിൻ കൂടി വിരിക്കുക. ഇങ്ങനെ വിരിക്കുന്നത് കൊണ്ട് മീൻ പിടിക്കാനായി നാം കുളത്തിലിറങ്ങുമ്പോൾ ചവിട്ടി മുകളിലെ ടാർപാളിന് കേടുവന്നാലും അടിയിൽ കിടക്കുന്ന ടാർപാളിന് ഒരു കേടും സംഭവിക്കുന്നില്ല. അതുപോലെ നാം ഈ കുളത്തിലേക്ക് ഒഴിക്കുന്ന വെള്ളത്തിന്റെ പ്രഷർ കൊണ്ട് കുളത്തിന്റെ 4 ചുവരുകൾ മറിഞ്ഞു പോകാതിരിക്കാനായി GE ഷീറ്റ് ഇങ്ങനെ 4 വശത്തും വയ്ക്കുന്നു. അതിനുശേഷം അതിനു പുറത്തായി തറയിൽ താഴ്ത്തിയിരിക്കുന്ന GI പൈപ്പുമായി കമ്പി കൊണ്ട് കെട്ടി ബലപ്പെടുത്തണം. എന്നിട്ട് കുളത്തിന്റെ 4 വശങ്ങളിലും ക്രോസായി 2 വരി പൈപ്പ് വെച്ച് കമ്പി കൊണ്ട് കെട്ടി ഉറപ്പിക്കുന്നു. ഇനി നാം തറയിൽ വിരിച്ചിരിക്കുന്ന ടാർപാളിന്റെ 4 വശങ്ങൾ കുളത്തിന്റെ 4 ചുവരുകളായി ഉയർത്തി കമ്പികളിൽ കെട്ടി ബലപ്പെടുത്തുന്നു. ഇപ്പോൾ നമ്മുടെ അടുക്കളക്കുളം പൂർത്തിയായി കഴിഞ്ഞു. ഏകദേശം 2.5 അടിയോളം വെള്ളം നാം ഇപ്പോൾ കുളത്തിൽ നിറച്ചു കഴിഞ്ഞു. മീൻ കുഞ്ഞുങ്ങളെ കുളത്തിലേക്ക് ഇടും മുമ്പ് ഒരു കാര്യം കൂടി ചെയ്യേണ്ടതുണ്ട്. കുളത്തിലെ മീൻ കുഞ്ഞുങ്ങളെ പക്ഷികൾ കൊത്തിക്കൊണ്ടു പോകാതിരിക്കാനായി കുളത്തിനു മീതെ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് വല വിരിച്ച് വലിച്ചു കെട്ടണം. അതുപോലെ കുളത്തിലെ വെള്ളത്തിന്റെ ലോഡ് കൊണ്ട് ടാങ്കിന് ഉലച്ചിൽ ഉണ്ടാകാതിരിക്കാനായി കട്ടിയുള്ള കയർ ക്രോസായി വലിച്ചു കെട്ടുന്നത് നല്ലതാണ്. ഇനി നമുക്ക് നമ്മുടെ പുതിയ അടുക്കളക്കുളത്തിലേക്ക് മീൻ കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കാം. മൺനിരപ്പിന് മുകളിൽ അടുക്കളക്കുളം നിർമ്മിക്കുന്നതാണ് നാം ഇപ്പോൾ കണ്ടത്. സാധാരണ കുളം പോലെ മണ്ണ് കുഴിച്ചും ടാർപാളിൻ വിരിച്ച് അടുക്കളക്കുളം നിർമ്മിക്കാവുന്നതേ ഉള്ളൂ. അതെങ്ങനെ നിർമ്മിക്കാമെന്ന് ജസ്റ്റിൻ രാജു പറയുന്നത് നമുക്ക് കേൾക്കാം. ഏറ്റവും മണ്ണ് ഒരു 3 മീറ്റർ അല്ലെങ്കിൽ 2 മീറ്റർ താഴ്ചയിൽ നമ്മളൊരു കുളം കുഴിക്കുന്നു. കുളം കുഴിച്ചതിന് ശേഷം അതിന്റെ അടിഭാഗം നന്നായി ലെവല് ചെയ്തതിന് ശേഷം ഇത് GI ഷീറ്റ്, ഇതിന് മറ്റേ ടാർപ്പ ചെയ്തതുപോലെ GI ഷീറ്റ് വേണമെന്നില്ല. ഇത് മണ്ണ് കൊണ്ട് തന്നെ വെള്ളം ലോഡ് ചെയ്ത് നിർത്താൻ പറ്റും. ഇതിന്റെ തെർമോകോൾ നമ്മൾ മൊത്തത്തിൽ തെർമോകോൾ കവർ ചെയ്തതിന് ശേഷം തെർമോകോളിന്റെ പുറത്ത് ഈ ടാർപ്പ സെറ്റ് ചെയ്യുക. ടാർപ്പ സെറ്റ് ചെയ്തതിന് ശേഷം അതിന്റെ പുറത്ത് നല്ല കേജ് കൂടിയ ടാർപ്പ തന്നെ സെറ്റ് ചെയ്യാൻ നോക്കണം, അല്ലെന്നെങ്കിൽ പൊത്തുപോകും. അതിൽ നമുക്ക് വെള്ളം ലോഡ് ചെയ്ത് നമുക്ക് ഈ മത്സ്യങ്ങളെ ഇതിൽ വളർത്താവുന്നതാണ്. കുഴിയെടുത്ത് ടാർപ്പ ഇടുന്ന വിധമാണ് ഇത്. ഇതിന്റെ മേളിൽ നിർബന്ധമായി വല വിരിക്കണം. കുളങ്ങളെ 2-3 ആയിട്ട് തരം തിരിക്കാൻ വേണ്ടി നറുക്കൂടി ബണ്ട് നിർമ്മിച്ചിട്ടുണ്ട്. ബണ്ട് ഈ കുളത്തിലെ മണ്ണ് തന്നെ കോരി ഒരു ബണ്ടായി വെച്ച് ആ ബണ്ട് മഴവെള്ളത്തിൽ ഒലിച്ചു പോകാതിരിക്കാൻ വേണ്ടി ടാർപ്പ വെച്ചതിന് കവറേജ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇതിന്റെ മേലിൽ കൂടി നമുക്ക് നടക്കുകയും ചെയ്യാം. ഈ കുളങ്ങളിൽ നാച്ചുറൽ കുളങ്ങളുമായിട്ട് വ്യത്യാസമാണ്. നാച്ചുറൽ കുളത്തിനാണെങ്കിൽ എയറേഷൻ നിർബന്ധമായി കൊടുത്തിരിക്കണം. pH കറക്റ്റ് നോക്കേണ്ടതാണ്. ടാർപ്പാളം കുളത്തിൽ എയറേഷൻ കൊടുത്തിട്ടുണ്ട്. എയറേഷന് നമ്മൾ ഈ ടാർപ്പ് മണ്ണിന്റെ അടിയിൽ നിന്ന് ഓക്സിജൻ വരാത്തത് കൊണ്ട് എയറേഷൻ നിർബന്ധമായിട്ട് കൊടുക്കണം. pH കറക്റ്റ് 7.5 pH നമ്മൾ നോക്കി മീൻ കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കാറുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ പരിധിയിൽ വരുന്ന ചേങ്കോട്ടുകുണത്ത് നമ്പടിക്കുണം എന്ന കുളമാണിത്. ഇത് 5 വർഷമായി ഞാനിത് കോർപ്പറേഷൻ എനിക്ക് മത്സ്യകൃഷിക്ക് വേണ്ടി തന്നിട്ട് തരുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് പായലും തൊളിയും കയറി നിറഞ്ഞു കിടന്നതാണ്. ആൾക്കാർക്ക് കുളിക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയിലായിരുന്നു. ഇപ്പോൾ ഗ്രാസ് കാർപ്പ് നിക്ഷേപിച്ച് കംപ്ലീറ്റ് പായലുമൊക്കെ അത് കഴിച്ചു. ആ മീനിന് നല്ലൊരു എമൗണ്ടിന് അത് വിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ ഇതിൽ കരിമീൻ, കൊഞ്ച്, കട്ല, കാർപ്പ്, രോഗമൃഗാൾ എന്നിവ മീൻ ഇട്ടിരിക്കുകയാണ്. ഇതൊരു 6 മാസം കഴിയുമ്പോഴത്തേക്ക് ഇതിൽ നിന്ന് നമുക്ക് വിളവെടുക്കാൻ പറ്റും.
ഇത് ചേങ്കോട്ട് കുണത്തുള്ള കാട്ടുചിറ എന്ന് പറയുന്ന ഒരു കുളമാണ്. ഇതിൽ ആറ്റ് കൊഞ്ചും നൈലോട്ടിക്ക തിലാപ്പിയും കൃഷി ചെയ്യുന്നു. ഇത് വന്നിട്ട് ഇത് 4-5 വർഷം വിളവെടുത്ത് കഴിഞ്ഞു. ഇനി എടുക്കാൻ നേരം ഒരു 2 മാസം കൂടി കഴിയുമ്പോൾ വിളവെടുക്കാൻ പറ്റും. ആറ്റ് കൊഞ്ച് തന്നെ ഏകദേശം 250 ഗ്രാം സൈസ് വരെ ഉണ്ട്. 4 എണ്ണം വെക്കുമ്പോൾ 1 കിലോ വരും. 750 രൂപയാണ് കിലോ 1 കിലോയുടെ വില. എല്ലാവരും ഈ ഒരു കൃഷിയിലേക്ക് കടന്നു വരണമെന്ന് ഞാൻ വളരെയധികം അഭ്യർത്ഥിക്കുകയാണ്. ഇത് നല്ല ഒരു ടൈം പാസും നല്ല ആദായകരം കിട്ടുന്നതുമായ ഒരു കൃഷിയാണ്. എല്ലാവരും ഇതിലേക്ക് കടന്നു വരിക. താരതമ്യേന ചിലവ് കുറഞ്ഞ, എളുപ്പത്തിൽ നിർമ്മിക്കാൻ കഴിയുന്ന, എന്നാൽ ഏറെക്കാലം ഉപയോഗിക്കാൻ കഴിയുന്ന ഇങ്ങനെ ഒരു അടുക്കളക്കുളം സ്വന്തമായി വിഭാവനം ചെയ്ത് പ്രാവർത്തികമാക്കി വിജയമാക്കിയ ജസ്റ്റിൻ രാജ് എന്ന ഈ മത്സ്യ കർഷകന് പാരിതോഷികം നൽകി പ്രോത്സാഹിപ്പിക്കാൻ ആത്മ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ മത്സ്യത്തൊഴിലാളി സമൂഹം ഇന്ന് മുഖ്യധാരയിൽ നിന്നും വളരെയേറെ പിന്നിലാണ് എന്നത് ദുരവസ്ഥ തന്നെയാണ്. ഈ വിഷമകരമായ അവസ്ഥ പരിഹരിക്കുന്നതിനായി സംസ്ഥാന ഗവൺമെൻറ് നിരവധി ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നുണ്ട്. അത്തരം പദ്ധതികളെക്കുറിച്ച് വളരെ വ്യക്തവും സുതാര്യവുമായ വിവരങ്ങൾ യഥാസമയം എത്തിക്കുക എന്ന മഹത് ദൗത്യമാണ് ഇത്തരം TV പരിപാടികളിലൂടെ ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ, പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളി സഹോദരങ്ങൾ, ഈ TV പരിപാടികൾ സശ്രദ്ധം വീക്ഷിച്ച് പരമാവധി പ്രയോജനങ്ങൾ സർക്കാരിൻ്റെ ക്ഷേമ വികസന പദ്ധതികളിൽ പങ്കാളികളായിക്കൊണ്ട് നേടിയെടുക്കണം എന്നാണ് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നത്. ഇവിടെ എനിക്ക് മത്സ്യകൃഷി കൂടാതെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ കൃഷിയുണ്ട്, പച്ചക്കറി കൃഷിയുടെ ഉണ്ട്. അതിൻ്റെ തൈകൾ ഉൽപ്പാദിപ്പിച്ച് പുറമെ വിപണനം ഉണ്ട്. നല്ല രീതിയിൽ എല്ലാ കൃഷിയും നടക്കുന്നുണ്ട്. കഴിഞ്ഞ 16 വർഷമായി വിവിധയിനം മത്സ്യങ്ങൾ, താറാവ്, യമു, അരയന്നം തുടങ്ങിയ വളർത്തുപക്ഷികളെയും അലങ്കാര മത്സ്യങ്ങൾ മുതൽ പഴവർഗ്ഗങ്ങൾ വരെ നമുക്കാവശ്യമായ എല്ലാ കൃഷികളും പ്രകൃതിക്ക് ഇണങ്ങും വിധം ജസ്റ്റിൻ രാജ് വിജയകരമായി ചെയ്തുകൊണ്ടിരിക്കുന്നു. ലഭ്യമായ ഇത്തിരി സ്ഥലം പോലും ജസ്റ്റിൻ രാജ് പാഴാക്കാതെ എന്തെങ്കിലും കൃഷി ചെയ്യുന്നു. ഹൈവേക്കരികിലുള്ള ജസ്റ്റിൻ രാജിന്റെ പഴത്തോട്ടം കാണണ്ടേ? ഫാഷൻ ഫ്രൂട്ട് കൃഷി ചെയ്യുന്നത് എല്ലാവരും വീടുകളിൽ കൊണ്ടുപോയി ഒരു തൈ കൊണ്ടുവന്ന് മരത്തിൻ്റെ ചുവട്ടിൽ വെച്ച് മരത്തിൽ പടർത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മരം പട്ടുപോകും. ഇതിൻ്റെ കാബലം വളരെ കുറയുകയും ചെയ്യും. ഇങ്ങനെ ഒരു GI പൈപ്പ് കൊണ്ട് ആംഗ്ലെയർ ചെയ്ത് അതിൽ
നൈലോൺ നൂല് വരിഞ്ഞ് അതിൽ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒരു 8 വർഷം നമുക്ക് കിടക്കുകയും ചെയ്യും. നല്ല ആദായകരമാണ്. ഇതിൻ്റെ ഒരു ഫ്രൂട്ട് വന്നിട്ട് 10 രൂപ റേഞ്ചിനാണ് ഇവിടെ ഒരു ഫ്രൂട്ട് വിൽക്കുന്നത്. നല്ല ബിസിനസ്സാണ്. ഒരു സെൻറ്റിലോ 2 സെൻറ്റിലോ കൃഷി ചെയ്താൽ ഡെയിലി ഒരു 500-600 രൂപയ്ക്കുള്ള നമുക്കിതിൽ നിന്ന് പറിക്കാൻ പറ്റും. വെള്ളം നമ്മൾ ഉപയോഗിക്കുന്നത് ഇവിടെ തന്നെ ചെറിയ ചെറിയ ടാങ്കുകൾ, നമ്മൾ മത്സ്യം വളർത്താൻ വേണ്ടി ചെറിയ ടാങ്കുകൾ ചെയ്തിട്ടുണ്ട്. ഈ പരമാവധി സ്ഥലം നമുക്ക് വേസ്റ്റായി കളയാതിരിക്കാൻ വേണ്ടി പപ്പായ തൈ അങ്ങനെയുള്ള എല്ലാ ഫ്രൂട്ട്സിൻ്റെ ഐറ്റങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട്. സ്വന്തം കുടുംബത്തിന്റെ പരിപൂർണ പിന്തുണ തന്റെ കൃഷി സംരംഭങ്ങൾക്കുണ്ടെന്ന് ജസ്റ്റിൻ രാജ് ആത്മവിശ്വാസത്തോടെ പറയുന്നു. എൻ്റെ പേര് അക്ഷയ. ഞാൻ BSc സ്റ്റാറ്റിസ്റ്റിക്സ് ഗവൺമെൻറ് കോളേജിൽ പഠിക്കുന്നു. ഞാൻ കോളേജിൽ നിന്ന് വന്നാൽ പപ്പയെ ഹെൽപ്പ് ചെയ്യാറുണ്ട്, അമ്മ ജലജ അമ്മയും ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ ആഷിക്ക്, അവൻ 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. അവൻ സ്കൂളിൽ നിന്ന് വന്നാലും ഞങ്ങൾ ഫാമിലിയോടെ തന്നെയാണ് കൃഷി കാര്യങ്ങളിലും പാഷൻ ഫ്രൂട്ട്, നഴ്സറി, മത്സ്യ കൃഷി അതിലൊക്കെ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ ഈ കൃഷിയുമായി ബന്ധപ്പെട്ട് എല്ലാവരും പപ്പയായിട്ട് കോണ്ടാക്ട് ചെയ്യാറുണ്ട്. ഇനിയും പപ്പയുടെ ഈ കൃഷി സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ മാതൃകയാവണമെന്നാണ് എൻ്റെ അഭിപ്രായം. ജസ്റ്റിൻ രാജിന്റെ അടുക്കള കുളങ്ങളിൽ നിന്നുള്ള വിവിധ തരം മീൻ വാങ്ങാൻ ഇന്ന് ആവശ്യക്കാർ ഏറെയാണ്. സാമ്പത്തികമായ ഈ നേട്ടങ്ങൾക്കൊപ്പം കൃഷിയിൽ നിന്നുള്ള ആനന്ദവും താൻ അനുഭവിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു. കേരളത്തിന്റെ കാർഷിക മേഖലയെ കരുത്തുറ്റ പാതയിലൂടെ നാളെ നയിക്കുന്നത് ജസ്റ്റിൻ രാജിനെ പോലെയുള്ള കർഷകരാണ്. പുതിയ തലമുറയ്ക്ക് കൃഷിയിലേക്ക് മടങ്ങിവരാനുള്ള ഒരു നല്ല പാഠപുസ്തകമാണ് ജസ്റ്റിൻ രാജിനെ പോലെയുള്ളവർ. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തീറ്റപ്പുൽ കൃഷിയിൽ അഖിലേന്ത്യാ ശില്പശാല. ആത്മ ബ്ലോക്ക് ടെക്നോളജി മാനേജർ തസ്തികയിൽ അപേക്ഷ ക്ഷണിച്ചു. സസ്യ ആരോഗ്യ പരിപാലനത്തിൽ ബിരുദാനന്തര ഡിപ്ലോമ. വിശദമായ വാർത്തകളിലേക്ക്.
കേരള കാർഷിക സർവകലാശാലയുടെ വെള്ളായണി കാർഷിക കോളേജിൽ പ്രവർത്തിച്ചു വരുന്ന അഖിലേന്ത്യാ തീറ്റപ്പുൽ ഗവേഷണ പദ്ധതിയുടെ ശീതകാല അഖിലേന്ത്യാ ശില്പശാല സെപ്റ്റംബർ 5-6 തീയതികളിൽ നടക്കുന്നു. ഉദ്ഘാടന യോഗത്തിൽ കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ പി രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ശില്പശാലയിൽ ഭാരതീയ കാർഷിക ഗവേഷണ കൌൺസിൽ പ്രതിനിധികൾ, കേരള കാർഷിക സർവകലാശാല ഗവേഷണ വിഭാഗം മേധാവി ഡോക്ടർ സാജൻ കുര്യൻ, കൃഷി ഫാക്കൽറ്റി ഡീൻ ഡോക്ടർ ബി ആർ രഘുനാഥ്, ഗവേഷണ വിഭാഗം അസോസിയേറ്റ് ഡയറക്ടർ ഡോക്ടർ കെ ഉമാമഹേശ്വരൻ എന്നിവരും കേരളത്തിലെ ക്ഷീര കർഷകരും പങ്കെടുത്തു. ശില്പശാല നാളെ സമാപിക്കും. തിരുവനന്തപുരം ജില്ല ആത്മാ പദ്ധതിയിൽ കരാറടിസ്ഥാനത്തിൽ ഡിസ്ട്രിക്ട് ടെക്നോളജി മാനേജ്മെന്റ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൃഷിശാസ്ത്രത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഓരോ വിഭാഗത്തിലും ഓരോ ഒഴിവുണ്ട്. താൽപര്യമുള്ളവർ ബയോഡേറ്റ, അസൽ സർട്ടിഫിക്കറ്റുകൾ എന്നിവ സഹിതം ഈ മാസം 7-ാം തീയതി രാവിലെ 10:30 കുടപ്പനക്കുന്ന് സിവിൽ സ്റ്റേഷനിലെ പ്രിൻസിപ്പൽ കൃഷി ഓഫീസിൽ അഭിമുഖത്തിന് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0471-273-3334. ഹൈദരാബാദിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാന്റ് ഹെൽത്ത് മാനേജ്മെന്റിൽ ബിരുദാനന്തര ഡിപ്ലോമ കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചു. കൃഷി, ഹോർട്ടിക്കൾച്ചർ ബിരുദം ഉള്ളവർക്ക് അപേക്ഷിക്കാം. അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ 30. അപേക്ഷകൾ അയക്കേണ്ട വിലാസം: ഡയറക്ടർ, സമേത്തി, വെൺപാലവട്ടം, ആനയറ PO, തിരുവനന്തപുരം 29. സമഗ്ര നാളികേര വികസനം ലക്ഷ്യമിട്ട് കൃഷിവകുപ്പ് ഈ സാമ്പത്തിക വർഷം കേരഗ്രാം പദ്ധതി നടപ്പിലാക്കുന്നു. ഇതനുസരിച്ച് നാളികേര നഴ്സറി സ്ഥാപിക്കാൻ സഹായം നൽകുന്നതാണ്. പ്രാദേശികമായി ഗുണമേന്മയുള്ള തെങ്ങിൻ തൈകളുടെ ഉൽപാദനമാണ് ഈ പദ്ധതിയിലൂടെ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. 25 സെന്റിൽ നാളികേര നഴ്സറി സ്ഥാപിക്കാൻ 50,000 രൂപയോ ചെലവിന്റെ 25% സഹായം നൽകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടാവുന്നതാണ്. കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പ് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ ഈ മാസം 22, 23, 24 തീയതികളിൽ ഇറച്ചിക്കോഴി വളർത്തലിലും 27, 28 തീയതികളിൽ താറാവ് വളർത്തലിനും സൗജന്യ പരിശീലനം നൽകുന്നു. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 50 പേർക്ക് പരിശീലനത്തിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 04829234 ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 04829234 റബ്ബറിന്റെ ശാസ്ത്രീയമായ വളപ്രയോഗ രീതികളിലുള്ള ഏകദിന പരിശീലനം സെപ്റ്റംബർ 9 കോട്ടയത്തുള്ള റബ്ബർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വച്ച് നടത്തുന്നതാണ്. റബ്ബറിന് വളമിടുന്നതിന്റെ ആവശ്യകത, ശുപാർശ ചെയ്യപ്പെട്ടിരിക്കുന്ന വളങ്ങൾ, കാര്യക്ഷമമായ വളപ്രയോഗം, മണ്ണും ഇലയും പരിശോധിച്ചുള്ള വളമിടൽ തുടങ്ങിയവ പരിശീലനത്തിൽ ഉൾപ്പെടുത്തും. പരിശീലന ഫീസ് 400 രൂപ. പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവർക്ക് ജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്ന പക്ഷം ഫീസിനത്തിൽ 50% ഇളവ് ലഭിക്കുന്നതാണ്. കൂടാതെ റബ്ബർ ഉൽപാദക സംഘങ്ങളിൽ അംഗങ്ങളായിട്ടുള്ളവർ അംഗത്വ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ ഫീസിൽ 25% ഇളവ് ലഭിക്കും. താമസ സൗകര്യം ആവശ്യമുള്ളവർ ദിനം പ്രതി 250 രൂപ അധികം നൽകണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0481-235-1313. മറ്റൊരു നമ്പർ 0481-235-3127. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 8,800 രൂപ, കോഴിക്കോട് 9,800,
തൃശൂർ 8900, കൊപ്ര കൊച്ചി 6010, കോഴിക്കോട് 5900, തൃശൂർ 6180, കുരുമുളക് അൺഗാർബിൾ 70000, ഗാർബിൾ 73000, ചുക്ക് മീഡിയം 16500, ചുക്ക് ബെസ്റ്റ് 18000, മഞ്ഞൾ സേലം 10000, മഞ്ഞൾ ഈറോഡ് 9800. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 11500, റബ്ബർ RSS 4ാം ഗ്രേഡ് 12600. കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 11500, RSS 4ാം ഗ്രേഡ് 12700 രൂപ. കമ്പോള നിലവാരം കൊച്ചി. വെളിച്ചെണ്ണ 8800 രൂപ, കൊപ്ര 6010, പിണ്ണാക്ക് എക്സ്പെല്ലർ 2100, റോട്ടറി 2200, കുരുമുളക് അൺഗാർബിൾ 70000, ഗാർബിൾ 73000, ചുക്ക് മീഡിയം 16500, ബെസ്റ്റ് 18000, മഞ്ഞൾ നാടൻ 11500, അടയ്ക്ക പുതിയത് 17000-നും 18000-നും മധ്യേ, ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 210-നും 225-നും മധ്യേ, ജാതിക്ക തൊണ്ടില്ലാത്തത് 400-നും 450-നും മധ്യേ, ജാതിപത്രി 450-നും 850-നും മധ്യേ, ഗ്രാമ്പു 745. റബ്ബർ RSS 5ാം ഗ്രേഡ് 11500, RSS 4ാം ഗ്രേഡ് 12600, ഒട്ടുപാൽ 7200, ലാറ്റക്സ് 7200 രൂപ. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 31.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.4 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 31.7, 24.8, കൊച്ചി 30.5, 23.8, ആലപ്പുഴ 31, 24.4, പുനലൂർ 31.6, 23.5, തിരുവനന്തപുരം കൂടിയ താപനില 31.5 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.2 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.